നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ PU ചിത്രയ്ക്ക് ഇടം കിട്ടിയില്ല. ചിത്രയ്ക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അത്ലറ്റിക് ഫെഡറേഷൻ കേന്ദ്ര കായിക മന്ത്രാലയത്തെ അറിയിച്ചു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് യോഗ്യതയായി പരിഗണിക്കാനാവില്ല എന്നും ഫെഡറേഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. MP രാജേഷ് MP നൽകിയ പരാതി പരിഗണിച്ചാണ് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ ഫെഡറേഷനോട് വിശദീകരണം തേടിയത്. എന്നാൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്നും PU ചിത്രയെ ഒഴിവാക്കിയതിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ചാൽ തെറ്റില്ല എന്ന് കായിക മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലുള്ള ടീമിൽ നിന്നും PU ചിത്രയെ ഒഴിവാക്കിയ നടപടിയിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്ന് PT ഉഷ. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഉഷ കോഴിക്കോട്ട് പറഞ്ഞു. താൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതെന്ന് PT ഉഷ പറഞ്ഞു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള പട്ടികയിൽ നിന്നും ചിത്ര ഉൾപ്പെടെ 3 പേരെ ഒഴിവാക്കിയതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും ഉഷ പറഞ്ഞു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്സിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്ത ആൾക്കാരിൽ തൊട്ടടുത്ത് ക്വാളിഫിക്കേഷൻ വിൻ ചെയ്ത അടുത്ത പെർഫോമൻസ് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോകാൻ പാടുന്നുള്ളായിരുന്നു അവരുടെ ഒരു തീരുമാനം, ആ കമ്മിറ്റിക്കാരുടെ തീരുമാനം. പക്ഷെ ചിത്ര ചെറിയ ഒരു യങ് വളർന്നു വരുന്ന ഒരു അത്ലറ്റ് ആണെന്നുള്ളത് ഞാനാണെങ്കിലും രാധാകൃഷ്ണൻ കോച്ചാണെങ്കിലും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ചിത്രയുടെ മാത്രം പ്രശ്നമല്ല, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്ത എല്ലാവരുടെയും പ്രശ്നമാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയവർ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ഉഷ കൂട്ടിച്ചേർത്തു. ദേശീയ നിരീക്ഷക എന്ന നിലയ്ക്കാണ് യോഗത്തിൽ പങ്കെടുത്തത്, അല്ലാതെ താൻ സെലക്ഷൻ കമ്മിറ്റി അംഗമല്ലെന്നും ഉഷ വ്യക്തമാക്കി. ക്വാളിഫിക്കേഷൻ മാർക്കിന്റെ തൊട്ടടുത്ത് പെർഫോമൻസുള്ള ആൾക്കാരെയാണ് പരിഗണിക്കുക. അത് നോക്കുമ്പോൾ ഇവർ 3 പേരും എത്രയോ ദൂരെയാണ്. ചിത്രയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല പെർഫോമൻസ് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, പക്ഷെങ്കിൽ ഒരാളോട് തോൽക്കാൻ പാടില്ല. അതൊരു അത്ലറ്റിയുടെ നല്ലൊരു ക്വാളിറ്റി അല്ല. തനിക്കെതിരെ സംസ്ഥാന കായിക മന്ത്രി നടത്തിയ പരാമർശത്തിൽ ദുഃഖമുണ്ടെന്നും ഉഷ പറഞ്ഞു. താൻ തെറ്റ് ചെയ്തത് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്താൻ തയ്യാറാണെന്നും ഉഷ വ്യക്തമാക്കി. റിപ്പോർട്ടർ കോഴിക്കോട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം KM ബിനു, പത്മിനി തോമസ്, സിജിൻ മുണ്ടൂർ, TP ദാസൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തോമസ് മാഷ്, PU ചിത്ര, AC മൊയ്തീൻ തുടങ്ങിയവരെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം എങ്ങനെ കാണുന്നു? ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ PU ചിത്രയ്ക്ക് ഇടമില്ല എന്നാണ്. ഒരു ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരമായിരുന്നു. ലോക മീറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു അവസരമായി കാണാമോ മാഷെ? തീർച്ചയായിട്ടും. അത് ഇത്ര പ്രായം കുറഞ്ഞൊരു കുട്ടി ഏഷ്യയിൽ മെഡൽ വന്ന് നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഏഷ്യൻ ചാമ്പ്യന്മാരാകുന്നത്. അപ്പോൾ ആ 3 പേരെ കൂടെ അതിൻ്റെ അത് പങ്കെടുപ്പിൽ, കാരണം ഇപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ സ്പോർട്സ് മന്ത്രി തന്നെ വളരെ താല്പര്യം കഴിഞ്ഞ 3 മാസം മുമ്പ് ഞങ്ങളെ സർവ്വ ദ്രോണാചാര്യന്മാരെ എല്ലാം വിളിച്ച് അദ്ദേഹം 8 മണി മുതൽ 12 മണി വരെ ഇതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മിനിസ്റ്ററുടെ ഇടപെടൽ, മിനിസ്റ്റർ സംസ്ഥാന മന്ത്രിസഭാ നിലയിൽ ഇടപെട്ടിരുന്നു എന്നാണ്. മിനിസ്റ്റർ ഇടപെട്ടിരുന്നു. PU ചിത്ര നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ചിത്ര, എന്തായാലും അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക് മീറ്റിന് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞോ? അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചോ? MP രാജേഷ് MP വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞു, അതിന്റെ 23-ാം തീയതി ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് സംബന്ധിച്ച് ആരെങ്കിലും വിശദീകരണം നൽകിയോ? ഇല്ല, കൃത്യമായി ഒന്നും അറിയില്ല എനിക്ക്. ഇതിന് PT ഉഷ അടക്കമുള്ളവർ പറയുന്ന ന്യായം, PT ഉഷ മാത്രമല്ല, നേരത്തെ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ടീം സെലക്ഷൻ കമ്മിറ്റിയൊക്കെ തന്നെയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ഗുർബജൻ സിംഗ് അടക്കമുള്ളവർ പറഞ്ഞ കാരണങ്ങൾ രാജ്യാന്തര ഫെഡറേഷൻ തീരുമാനിച്ച യോഗ്യതാ മാർക്ക് കടക്കാത്തവരെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു എന്നാണ്. അക്കാര്യത്തിലൊരു വിശദീകരണം ലഭ്യമാണോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ പാലക്കാട് MP ഇടപെട്ടു എന്ന് പറഞ്ഞു, ചിത്രയോട് MP സംസാരിച്ചു എന്ന് പറഞ്ഞു. വേറെ ആരൊക്കെയാണ് വിളിച്ചത്? അച്യുതാനന്ദൻ സാറിന്റെ PA വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അവിടെ ഡൽഹിയില് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും കേരളം മൊത്തം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് ചിത്രയ്ക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ കിട്ടിയത് ഞാൻ വേൾഡ് മീറ്റിന് പങ്കെടുക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതലായിട്ടൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. ചിത്രയോട് ചെന്നൈയിലെത്താൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോവുകയും ചെയ്തിരുന്നു. എന്നിട്ട് UK എംബസിയിൽ പോയി പാസ്പോർട്ട് വെച്ചു. അപ്പോൾ അവർ യാത്രാരേഖകളെല്ലാം തയ്യാറാക്കി അത്ലറ്റിക് ഫെഡറേഷനെ ഏൽപ്പിച്ചേക്കാം എന്ന് പറയുകയും ചെയ്തു. അതെ, ആ ഫെഡറേഷനിൽ പോണ സമയത്ത് അഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ അഡ്രസ്സിലേക്ക് അയക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് അവർ ഏത് അഡ്രസ്സിൽ അയക്കേണ്ടത് ചോദിച്ചിട്ട് ഞങ്ങൾ ആ അഡ്രസ്സ് കൊടുത്തു. ശരി, എന്നിട്ട് പോലും അത് ശരി, നേരത്തെ ചിലപ്പോൾ ഒരു യാത്രാരേഖകൾ തയ്യാറാക്കാൻ വേണ്ടിയായിരിക്കും അത് ചെയ്തത് എന്ന് വിചാരിക്കാം. നോക്കൂ, PU ചിത്ര 4.17 ഓടിയതാണ് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് ചിത്രയടക്കം 3 പേർക്ക്, സുധാ സിംഗിനും പോകാൻ കഴിഞ്ഞില്ല, അജോയ് കുമാർ സരോജിനും പോകാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം ആരെങ്കിലും തരണ്ടേ? എന്താണ് പറഞ്ഞത്? ഞാനിപ്പോ ന്യൂസ് കണ്ടു. ന്യൂസിലാണ് അറിഞ്ഞത്. ഉഷാമോടെ സംസാരിക്കുന്നതുകൊണ്ട്, കുറെ പേര് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് അതിനുള്ള യോഗ്യത എത്തിയില്ല, അത് എത്തിയില്ല. പിന്നെ ഗുണ്ടൂർ ഇന്റർസ്റ്റേറ്റ് നടന്നത് ഞാൻ 2ാമതാണ് ആയിപ്പോയത് കൊണ്ടാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഗുണ്ടൂരിൽ എന്തുകൊണ്ടാണ് 2ാമതായിപ്പോയത്? അങ്ങനെ കുറച്ച് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ല ഇന്റർസ്റ്റേറ്റ്. പിന്നെ ഇന്റർസ്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ വേൾഡ് മീറ്റിൽ സെലക്ഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, ഞാൻ മടങ്ങിയെത്താം. ചിത്ര ദയവായി തുടരണം. TP ദാസൻ നമ്മോടൊപ്പം. TP ദാസൻ, PT ഉഷ പറയുന്നത് ചിത്ര ഗുണ്ടൂരിൽ ഒരു ഇന്ത്യക്കാരിയോട് തോറ്റു. പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യാം, പക്ഷേ തോൽക്കാൻ പാടില്ല. അതൊരു നല്ല അത്ലറ്റിൻ്റെ ക്വാളിറ്റി അല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതായത് അത്ലറ്റിക് ഫെഡറേഷൻ്റെ പരിശീലകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത്ലറ്റിക് ഫെഡറേഷൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതല്ല ശരി എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല 4.17 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ മാർക്കിൻ്റെ അടുത്തൊന്നും വരില്ല. 200 റാങ്കിന് മുകളിലാണത്. 50ൻ്റെ ഉള്ളിലാണ് റാങ്ക് വേണ്ടിയിരുന്നത്, പക്ഷേ 200ന് മുകളിൽ. അപ്പോൾ ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പോലും. ആ തീരുമാനം എന്താണ്? രാജ്യാന്തര ഫെഡറേഷൻ തീരുമാനിച്ച യോഗ്യതാ മാർക്കിനോട് അടുത്തെത്തുന്ന ഗോൾഡ് മെഡലിസ്റ്റുകളെ മാത്രം അയച്ചാൽ മതിയെന്ന്. ആ വിശദീകരണം തൃപ്തികരമല്ലാത്തത് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്? അല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒട്ടും ശരിയായ കാര്യമല്ല. കാരണം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഒരു കുട്ടി ചിത്ര, ആ ചിത്രയ്ക്ക് തൊട്ടടുത്ത ദിവസം നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനമായി പോയി എന്നുള്ളത് ഒരു വലിയ കുറ്റമായി സ്പോർട്സ് രംഗത്തുള്ള ആളുകൾ കാണുന്നേയില്ല. കാരണം പിന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ആ കുട്ടി കഴിഞ്ഞാൽ നാഷണൽ മത്സരിക്കേണ്ട കാര്യം തന്നെയില്ല. അവർ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാൽ മതി. മാത്രമല്ല, അതിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ കുട്ടി അതിൻ്റെ ഒരു റെസ്റ്റ് പീരീഡ് ആ കുട്ടിക്ക് കൊടുക്കണം. അതുകൊണ്ട് അതൊരു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ 2ാമതായി പോയി എന്നുള്ളത് ഒരു കുറ്റമായി കാണാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ മടങ്ങിയെത്താം. TP ദാസ്, നമുക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. സിജിൻ നമ്മോടൊപ്പം, ചിത്രയുടെ കോച്ച്. സിജിൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം PT ഉഷ പറയുന്നത്, നാളെ കോടതിയിലെ കാര്യം വരികയാണല്ലോ. ജഡ്ജൊന്നുമല്ല വേൾഡ് അത്ലറ്റിക്സിൽ ഓടുന്നുണ്ടോ എന്ന് നോക്കുക. അത്ലറ്റിക് ഫെഡറേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, അതായത് എന്നെ ചോദ്യം ചെയ്തിട്ട് നിങ്ങളൊക്കെ ആ കുട്ടിയെ ഹരം പിടിപ്പിച്ച് കോടതിയിൽ പോയി അത്ലറ്റിക് ഫെഡറേഷനെതിരായി, അവർ നമ്മുടെ സുപ്പീരിയർ അതോറിറ്റി ആണല്ലോ,
അവരെ ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കി ഈ കുട്ടിക്ക് ഇനിയും ഒരുപാട് സ്പോർട്സ് ഉള്ളതാണ്, നശിപ്പിക്കരുത് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ ചിത്ര എന്ന പെൺകുട്ടിയെ ഹരം പിടിപ്പിച്ച് ബഹളമുണ്ടാക്കിച്ച് കോടതിയിൽ പോയി അത്ലറ്റിക് ഫെഡറേഷനെ ചോദ്യം ചെയ്ത് കാര്യമൊന്നുമില്ല എന്നറിയാമല്ലോ എല്ലാവർക്കും. നാളെ ടീം പുറപ്പെടുകയാണ്. ശരിയായ നീക്കമാണോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതെ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അത്ലറ്റിക് ഫെഡറേഷനിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഉത്തരവാദിത്വമില്ലേ? ഒരു പരിശീലന നിലയ്ക്ക് നമ്മളുടെ കുട്ടിക്ക് പങ്കെടുക്കാനുള്ള അവസരം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമല്ലേ? അല്ലാതെ ഇവർ ചെയ്യുന്ന എല്ലാ തോന്നിയവാസങ്ങൾക്കും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനിയും ഇതിൽ കൂടുതൽ കായിക താരങ്ങളെ വീണ്ടും അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്? അതാണ് ചോദിക്കുന്നത് ശ്രീ സിജിൻ. 4-17-92 എന്നുള്ളത് എത്രമാത്രം സ്വീകാര്യമായ ഒരു മാർക്കാണ് എന്നുള്ളതാണ്. നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം PT ഉഷ പറഞ്ഞ പോലെ ചിത്ര ഗുണ്ടൂർ മീറ്റിൽ 2ാം സ്ഥാനം വന്നു എന്ന് പറഞ്ഞു. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ക്വാളിഫയിങ് റൗണ്ടിലെ അവസാന മത്സരമാണ് അത് എന്നാണ് ആദ്യം അനൗൺസ് ചെയ്തത്. അങ്ങനെ ഒരു മത്സരം നടത്തുമ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിന്റെ ഫെസിലിറ്റീസ് എന്താണ്? ഒരു വാമപ്പ് ചെയ്യാനുള്ള ഒരു സിന്തറ്റിക് ട്രാക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടികളെ മത്സരാർത്ഥികളെ ട്രാക്കിനകത്തേക്ക് പോകണമെങ്കിൽ 10-15 മീറ്റർ ചളിയിൽ കൂടെ നടന്നിട്ട് വേണം ട്രാക്കിലെത്താൻ. അതുപോലെ നല്ല മഴയായിരുന്നു, ഹെവി റെയിനായിരുന്നു ഗുണ്ടൂർ നടന്നത്. അതുപോലെ ഒരു ക്വാളിഫയിങ് റൗണ്ട് നടത്തുന്ന ഒരു മത്സരമാണെങ്കിൽ അവിടെ നാഡ അവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, PT ഉഷ പറയുന്നത് ഗുണ്ടൂരിൽ എല്ലാവർക്കും മഴയുണ്ടായിരുന്നു, ചിത്രയെ പോലെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും. അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് പെർഫോമൻസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ട് എങ്കിൽ അതിൽ തെറ്റു പറയില്ല. പക്ഷേ രണ്ടാമതാകാൻ പാടില്ല, തോൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ ലക്ഷ്മണിൻ്റെ, തമിഴ്നാട്ടുകാരനായ ലക്ഷ്മണിൻ്റെ കാര്യമാണ്, ജി ലക്ഷ്മണിൻ്റെ കാര്യമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ലക്ഷ്മണിന് വേൾഡ് മീറ്റിൽ പോകാൻ കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് PU ചിത്ര അടക്കം 3 പേർക്ക്, സുധാ സിംഗിനും അജോയ് കുമാർ സരോജിനും പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ലക്ഷ്മണിന് 2 സ്വർണം കിട്ടിയിട്ടുണ്ട് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ. മാത്രമല്ല പെർഫോമൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. PU ചിത്രയുടേത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ആണ്. PU ചിത്രയുടെ സ്വർണം നേടിയെങ്കിൽ പോലും 200 റാങ്കിന് മുകളിലാണ് എന്നുള്ളതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എത്രത്തോളം തൃപ്തികരമായിരിക്കും താങ്കൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെയാണ് ഏതായാലും PT ഉഷ പറയുന്നത്. മാത്രമല്ല കോടതിയിൽ പോവുക എന്നുള്ളത് ശ്രീ TP ദാസൻ യോജിക്കുന്നുണ്ടോ താങ്കൾ? കോടതിയാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? PT ഉഷ പറയുന്നത് നമ്മുടെ സുപ്പീരിയർ അതോറിറ്റി അത്ലറ്റിക് ഫെഡറേഷനാണ്, അത്ലറ്റിക് ഫെഡറേഷൻ തീരുമാനിക്കും ഇവിടെ കാര്യങ്ങൾ. ഇവിടെ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇടപെടലായി തോന്നും. അതുകൊണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഭാവി തകർക്കരുത്, ഹരം പിടിപ്പിച്ച് അവരെ വേറൊരു ലോകത്തേക്ക് എത്തിക്കരുത്. എൻ്റെതല്ല, ഇത് PT ഉഷയുടെ വാക്കുകളാണ്. ശ്രീ TP ദാസൻ, അത്ലറ്റിക് ഫെഡറേഷനെ ചോദ്യം ചെയ്താൽ ചിത്ര സ്പോർട്സ് രംഗത്തുണ്ടാവില്ല എന്ന് പറയുന്നത് തന്നെ സ്പോർട്സ് രംഗത്ത് ഒരു തരത്തിലും പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഫെഡറേഷൻ്റെ ഒരു നിലപാടിനെ ചോദ്യം ചെയ്താൽ, നീതി കിട്ടാൻ വേണ്ടി ചോദ്യം ചെയ്താൽ, അത് ഹൈക്കോടതിയിലായാലും എവിടെയായാലും ചോദ്യം ചെയ്യുന്നത് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം എൻ്റെ കൂടെ പറയാനുള്ളത്, ഈ 25 പേര് ഇവിടുന്ന് പോകുന്നതിൽ എല്ലാവരും ഇവർ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഈ സച്ചിൻ റോബി എന്ന് പറഞ്ഞ 4x400 മീറ്റർ റിലേയുടെ താരം, അവർ സർവീസസിൻ്റെ താരമാണ്, മലയാളിയാണ്, സർവീസസ് താരമാണ്. അവർ 6ാമത്തെ ആളായിട്ടാണ് ഈ റിലേ ടീമിലേക്ക് കൊണ്ടുപോകുന്നത്. അവർ ഗുണ്ടൂരിൽ മത്സരത്തിൽ 7ാം സ്ഥാനത്താണ്. അപ്പോൾ എങ്ങനെ സച്ചിൻ റോബി എന്ന സർവീസ് താരത്തെ
പിന്നെ ഇവരുടെ ക്വാളിഫൈങ് മാർക്ക് അവർ കടന്നിട്ടുണ്ടോ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ മുഴുവൻ പേരും ഈ ക്വാളിഫൈങ് മാർക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ട് ചിത്രയെ ഉന്നം വെച്ച് ചെയ്തിട്ടുള്ള ഒരു പിഞ്ച് കുഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ സ്കൂളിൽ പഠിച്ച് പിന്നെ സാധാരണ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പരിശീലനം നടത്തി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വരെ സ്വർണം നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവൾക്ക് കൂടുതൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ വേൾഡ് ലെവലിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അത് തടസ്സപ്പെടുത്തരുത് എന്നാണ് ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത്. ശ്രീ ടി പി ദാസൻ, അതിനോടൊപ്പം മന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യത്തിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ്. താങ്കൾ പറയുന്നു ഇപ്പോൾ സച്ചിൻ റോബിയുടെ കാര്യത്തിലും തമിഴ്നാട്ടുകാരനായ ജി ലക്ഷ്മണന്റെ കാര്യത്തിലും ഒക്കെ തന്നെയും ഒരു നയം സ്വീകരിക്കുന്നു. പി യു ചിത്രയുടെ കാര്യത്തിൽ ചിറ്റമ്മ നയവും ശരിയാണ്. ഇവർ പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇവർ പറയുന്നത് ഈ പറയുന്ന യോഗ്യതാ മാർക്ക് ഒരു മാനദണ്ഡം വേണമെങ്കിൽ അത്ലറ്റിക് ഫെഡറേഷന് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായവരെ കൊണ്ടുപോകാം എന്നാണ്. അങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ 3 പേരെ മാറ്റി നിർത്തിയതിന് പറയുന്നത് റാങ്ക് പ്രശ്നമുണ്ട് എന്നാണ്. എന്നാൽ ജി ലക്ഷ്മണന്റെ കാര്യത്തിൽ റാങ്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. 2 സ്വർണം കിട്ടിയാൽ എങ്ങനെയാണ് റാങ്ക് പ്രശ്നം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇപ്പോൾ ചോദിക്കാൻ എനിക്ക് ആളില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. സച്ചിൻ റോബിയുടെ കാര്യത്തിനകത്തും വേറിട്ടൊരു തീരുമാനം അവരെടുത്തിരിക്കുന്നു. ആറാമതായി ഈ റിലേ ടീമിൽ ഒരാളെ സാധാരണ കൊണ്ടുപോകാറില്ല, കൊണ്ടുപോയി എന്ന് താങ്കൾ പറയുന്നു. അവിടെയാണ് ഞാൻ മന്ത്രിയുടെ നേരത്തെയുള്ള പരാമർശം കൂട്ടിച്ചേർക്കുന്നത്. ഇക്കാര്യത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന്. എന്ത് ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? അല്ല, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൂഢാലോചന. കാരണം കാര്യമായ അറിയപ്പെടുന്ന ഒരു കോച്ചിൻ്റെ കീഴിൽ അല്ല ഈ ചിത്ര പരിശീലിക്കുന്നത്. അങ്ങനെ നേച്ചുറലായിട്ട് ഒരു കുട്ടി ഉയർന്നു വന്ന് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുക, വേൾഡിൽ പോയി എന്തെങ്കിലും മെഡൽ നേടുക എന്നത് വരാൻ പാടില്ല എന്ന ഒരു ചിന്ത ഇവരിലൊക്കെ ഉണ്ട് എന്നാണ്. ഇതിൽ മറ്റൊരു കാര്യം എനിക്ക് ഇക്കാര്യത്തിലൊരു മെഡൽ പ്രതീക്ഷയൊന്നും നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീമതി പത്മിനി തോമസ്, അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞതായി പി ടി ഉഷ ഉദ്ധരിക്കുന്നത് ഇത് അങ്ങനെ വേൾഡ് എക്സ്പോഷർ കിട്ടാൻ വേണ്ടി അയക്കുന്ന ഒരു മീറ്റ് അല്ല. ലോക അത്ലറ്റിക് മീറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ലറ്റിക് വേദികളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഈ വേൾഡ് എക്സ്പോഷറിന് പോകാൻ കഴിയുക ഏഷ്യൻ മീറ്റുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഈ വേൾഡ് അത്ലറ്റിക് മീറ്റിൽ നമ്മൾ സകല താരങ്ങളെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് സാധിക്കുന്നതല്ല. അല്ല, അത് ശരിയല്ലല്ലോ. അല്ലല്ല, ഞാൻ ശ്രീമതി പത്മിനി തോമസിനോടാണ് പറഞ്ഞത്. ഏഷ്യൻ മീറ്റിൽ സ്വർണ്ണം ഒരു കായിക താരത്തെ ഇന്ന് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ മോശമായ കാര്യമാണ്. കാര്യം നമ്മൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഒരു കായിക താരം കോടതിയിൽ പോയി എന്നുള്ളത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഒളിമ്പിക്സിന് അനു ആറിന് സംഭവിച്ചതും ഇത് തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത്, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഏഷ്യൻ ഗോൾഡ് മെഡലിസ്റ്റിന് വേറെ യാതൊന്നിൻ്റെ ആവശ്യമില്ല, ഒരു ക്വാളിഫയിങ് മാർക്കിൻ്റെ ആവശ്യമില്ല. ഗോൾഡ് മെഡൽ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. പിന്നെ ഒരു മത്സരത്തിൽ, എല്ലാ മത്സരത്തിലും ഒരു കുട്ടിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട്. പറയൂ ശ്രീമതി പത്മിനി തോമസ്, അവിടേക്ക് വരാം. നോക്കൂ, മാഷക്ക് ഇടപെടാം കേട്ടോ. എന്തെങ്കിലും വിഷയങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പറഞ്ഞു പോകാം. ഈ ഒരു നിലയിൽ നേരത്തെ ശ്രീമതി പത്മിനി തോമസ് പറഞ്ഞു തുടങ്ങിയതുപോലെ വലിയ കോച്ചുണ്ടാവണം, ഗോഡ് ഫാദർമാരുണ്ടാകണം. അതില്ലാത്തതാണ് ഈ മുണ്ടൂരിൽ ജനിച്ച പാവം പെൺകുട്ടി ചെയ്ത പിഴവ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെയൊക്കെയാണോ സാറേ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് നടക്കുന്നത്? അങ്ങനെയാണ് ഒരു കാലത്ത് അങ്ങനെ നടന്നുകൊണ്ടിരുന്നതും ഇപ്പോഴും അത് തന്നെ. ഞാൻ ആ കുട്ടിയെ പറ്റി പറഞ്ഞ, ആ കുട്ടിക്ക് ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് ആ കുട്ടി തിരിച്ച് എക്സാം എഴുതാനായിട്ട് അവധി കൊടുത്തില്ല. ആ കുട്ടി
തന്നെ വന്ന് അത് ഞാൻ നേരത്തെ ചിത്രയോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. എന്തായിരുന്നു ആ വിഷയം? എക്സാം എഴുതാനുള്ള അവധി ചോദിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് അവധി കൊടുത്തില്ല. അപ്പോൾ കുട്ടി അവിടെ നിന്ന് തന്നെ വന്ന് അതവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്ന് ഈ എക്സാം എഴുതി. അത് അവർക്ക് ഇച്ചിരി ചൊടിച്ചിട്ടുണ്ട്. അതാണ് ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. ചിത്ര ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ ചിത്ര, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എക്സാം എഴുതാൻ വേണ്ടി അവധി ചോദിച്ചു, അപ്പോൾ അവധി കൊടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം എക്സാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ അതിൽ അത്ലറ്റിക് ഫെഡറേഷൻ തടസ്സം നിന്നു. അങ്ങനെ ഉണ്ടോ? അല്ല, ഞാൻ ആ സമയത്ത് നിക്കോളസ് സാറിന്റെ ക്യാമ്പിലായിരുന്നു. അപ്പൊ എനിക്ക് ലാസ്റ്റ് സെം എക്സാം ആയിരുന്നു. അപ്പൊ അത് എനിക്ക് എഴുതണം നിർബന്ധമായിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ ലീവ് ചോദിച്ചു. അപ്പൊ സാർ പറഞ്ഞു, നിക്കോളസ് സാർ പറഞ്ഞു, ഇല്ല, ഏഷ്യൻ മീറ്റ് കഴിഞ്ഞിട്ട് ലീവ് തരുള്ളൂ. ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചപ്പോ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ സായി അവിടെ നിന്ന് ലെറ്റർ ഒക്കെ വാങ്ങി കൊടുത്ത് ഞാൻ എക്സാമിന് വന്നു. അത് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ സാറ് പറഞ്ഞു, എന്റെ പെർമിഷൻ ഇല്ലാണ്ട് പോയതല്ലേ, അതുകൊണ്ട് ഇനി എന്റെ ക്യാമ്പില് വേണ്ടെന്ന് പറഞ്ഞ്. ഈ നിക്കോളാസ് സാർ എന്ന് പറയുമ്പോൾ വിദേശ കോച്ചാണ്. അതെ അതെ. പി ടി ഉഷ പറയുന്നത് പി ടി ഉഷ അതിലൊക്കെ ഇടപെട്ടിരുന്നു? ഇല്ല, ഞാൻ അതിനുശേഷം പിന്നെ അഞ്ജു മാഡത്തിനെയൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അഞ്ജു മാഡം ശരിയാക്കാൻ നീ വാ പറഞ്ഞു. അങ്ങനെ അഞ്ജു മാഡം ഫെഡറേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാറിന്റെ കീഴിൽ, നിക്കോളസ് സാറിന്റെ കീഴിലോ അല്ലെങ്കിലും ഇവിടെ ഊട്ടിയിലുള്ള സുരേന്ദ്ര സാറിന്റെ കീഴിലോ പാട്ടീൽ സാറിന്റെ കീഴിലോ ആക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ പിന്നെ അഞ്ജു മാഡം ഫെഡറേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ നിക്കോളസ് സാറിന്റെ കീഴിൽ നിന്ന് ഔട്ടായതല്ലേ, ഇനി ഇതായി കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും പറഞ്ഞ് അഞ്ജു മാഡത്തിനോടും പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോ ഊട്ടിയില് ട്രെയിനിങ് ചെയ്യുന്നത് ലണ്ടനിലെ വേൾഡ് അത്ലറ്റിക് മീറ്റിന് വേണ്ടി ആണോ? അതെ, ഞാൻ ATF കഴിഞ്ഞ് ഇന്റർസ്റ്റേറ്റ് കഴിഞ്ഞ് വേൾഡ് മീറ്റിന് സെലക്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഊട്ടിയില് ക്യാമ്പിന് വന്നത്. ശരി. ശ്രീ ടി പി ദാസൻ, നോക്കൂ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളല്ല, ചിത്രയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണത്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് ഉഷ പറയുന്നതും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനെ ഒരു ഘട്ടത്തിലും നമുക്ക് പിണക്കാനാകില്ല. പിണക്കിയാൽ എന്താണ് പ്രശ്നം? അവർ ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി ലീവ് ചോദിച്ചു. ആ പരീക്ഷ എനിക്ക് ഒഴിവാക്കാനാവില്ല, ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിത്ര പറയുന്നു. പറ്റില്ല, ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ പരീക്ഷ എഴുതാൻ പോകുന്നു. പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവിടെ എത്തുന്നില്ല. എത്തുമ്പോഴേക്കും ആ പരിശീലകൻ തിരിച്ച് പറഞ്ഞയക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് വേൾഡ് അത്ലറ്റിക് മീറ്റാണ്. പാസ്പോർട്ട് ചെന്നൈയിൽ സബ്മിറ്റ് ചെയ്യുന്നു. UK എംബസി യാത്രാരേഖകൾ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് അയക്കാം എന്ന് പറഞ്ഞ് ചിത്രയെ ഊട്ടിയിലേക്ക് തിരികെ പറഞ്ഞയക്കുന്നു. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടത് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ലിസ്റ്റ് ഇടുന്നത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു പരാതി ഉണ്ടായാൽ പോലും ആ പരാതി പരിഹരിക്കാനുള്ള സമയം കൊടുക്കരുത് എന്നാണ്. ഇത് ഗുണ്ടായിസമല്ലേ? ഇത് തികഞ്ഞ ഗുണ്ടായിസം. ഇതിന് അറുതി വരുത്തിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ സ്പോർട്സ് നന്നാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഗൂഢാലോചന എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പരീക്ഷ എഴുതാനുള്ള അനുവാദം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനമാണ് ഇതിനകത്തുള്ളത്? ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ശ്രീമതി പത്മിനി തോമസ്, ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെതഞ്ഞറിഞ്ഞു പോവുകയാണ് ഈ പാവം പെൺകുട്ടി. ഒരു പാലക്കാട്ടെ മുണ്ടൂരിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കോച്ചില്ല, വലിയ രീതിയിൽ അവർക്ക് വേണ്ടി ഇടപെടാൻ ആളില്ല. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന വൻകിട ആളുകളുടെ ഇടയിൽ ചതഞ്ഞരഞ്ഞു പോവുകയാണ്. നമുക്കറിയാം, ഏഷ്യൻ അത്ലറ്റിക് മീറ്റിലൊക്കെ സ്വർണം നേടുക എന്ന് പറയുന്നത് ഈ നൂല് പോലത്തെ പെൺകുട്ടിക്ക് സാധിക്കുക എന്ന് പറയുന്നത് അവരുടെ കാലിൽ തൊട്ട് തൊടേണ്ട കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും മുകളിൽ കയറാൻ വിടാതെ ചവിട്ടി താഴ്ത്തുകയാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ. അതിനെതിരെ ഒറ്റക്കെട്ടായി നിങ്ങളൊന്നും പടപൊരുതിയില്ലെങ്കിൽ, നിങ്ങളെന്ന് പറയുമ്പോൾ പത്മിനി തോമസോ അല്ലെങ്കിൽ സ്പോർട്സിലുള്ള ആളുകളൊന്നുമല്ല, നമ്മളെല്ലാം ഉൾപ്പെടെ പൊരുതിയില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി സ്പോർട്സ് താരങ്ങൾ ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ
അത്ലറ്റിക്സിലൊക്കെ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് എന്നെക്കാളും നന്നായി ശ്രീമതി പത്മിനി തോമസിനെ അറിയൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഈ പി യു ചിത്രയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഒരുപാട് കായിക താരങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ലറ്റിക് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ബോഡി, അവർക്ക് മുന്നിൽ ആരും ഇല്ല എന്നുള്ളതാണ്. ഒരു കോടതി വിധി ഉണ്ടായാൽ കൂടെ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന പേപ്പറുകൾ ഓൾറെഡി അയച്ചു എന്നും പറഞ്ഞ ഒരു കുട്ടിയെ തഴയാനായിട്ട് അവർക്ക് സാധിക്കും. ഒരു കാര്യം ഓർക്കണം, 24 കായിക താരങ്ങൾക്ക് 13 ഒഫീഷ്യൽസ് പോവുകയാണ്. ആ ഒഫീഷ്യൽസിൽ എത്ര പേരുടെ കുട്ടികൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒബ്സർവർ ആയാലും പിന്നെ കോച്ചസ് ആയാലും എല്ലാം എത്ര പേരാണ് കയറി പോകുന്നത്. ഇതുപോലെയുള്ള കായിക താരങ്ങളെ തഴഞ്ഞിട്ട് കൂടുതൽ ഒഫീഷ്യൽസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവിടെ അതിനകത്തുള്ളവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. കാര്യം പിന്നീട് അവർക്ക് പോകാനായിട്ടോ ഇവരെ ചോദ്യം ചെയ്യാനോ പറ്റില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റിൽ BBC സെലക്ഷന് വേണ്ടി ജഡ്ജ് പോവുക. ആ രീതിയിൽ ഇനിയിപ്പം കായിക രംഗത്ത് അത്ലറ്റിക്സും വരണം. ഒരു ജഡ്ജിയുടെ ഇരുന്ന് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ടുള്ള ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചെയ്യേണ്ടി വരുന്നത്. വളരെ മോശമായ കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ആരെല്ലാം കുറ്റം പറഞ്ഞു കാല, ഞാനും PU ചിത്ര ഏഷ്യൻ മീറ്റിലെ ഗോൾഡ് മെഡലിസ്റ്റാണ്. കണിശമായിട്ടും ഏഷ്യൻ മീറ്റിൽ ഗോൾഡ് മെഡലിസ്റ്റായ കായിക താരത്തെ മറ്റെല്ലാ മാനദണ്ഡങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ഒരു മീറ്റിൽ ഇച്ചിരി പെർഫോമൻസ് കുറഞ്ഞതൊന്നും ഒരു കാര്യമല്ല. അതിൻ്റെ വളർന്നു വരുന്ന ഒരു കായിക താരമാണ്. അതിന് ചാൻസ് കൊടുത്താലേ നാളെ നമ്മുടെ പ്രീജ ശ്രീധരനായിട്ട് വരേണ്ട ഒരു കുട്ടിയാണ് ഈ PU ചിത്ര. ലോക മീറ്റിന് പോയി കഴിഞ്ഞാലേ ഇതുപോലുള്ള കായിക താരങ്ങളോട് മത്സരിച്ചാലേ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടു ഈ PU ചിത്രയുടെ ഓട്ടം ഞാൻ കണ്ടു. അതിന് അടുത്തൊന്നും ആരുമില്ല, ഫൈറ്റ് കൊടുക്കാൻ ആരുമില്ല. നല്ല ഫൈറ്റിങ്ങിൽ ഓടിക്കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം ആളുണ്ടെങ്കിൽ മാത്രമേ നല്ല ബെറ്റർ ടൈം കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തോമസ് മാഷേ, ഇപ്പോൾ പത്മിനി തോമസ് ചൂണ്ടിക്കാണിച്ച കാര്യം, 10 വനിതകൾ, 14 പുരുഷന്മാർ, 13 ഒഫീഷ്യലുകൾ. ഈ ഒഫീഷ്യലുകൾക്ക് ഇത്രയധികം ബർത്ത് കൊടുക്കാൻ വേണ്ടിയാണോ കായിക താരങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അത് തന്നെയാണ്. എത്ര ക്വാളിഫയറുകളുണ്ട്. ഇപ്പോൾ പത്മിനി പറഞ്ഞ പോലെ എത്ര പേരുടെ അവിടെ അത്ലറ്റിൻ്റെ കോച്ചസ് അതിനകത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ അഞ്ജുവൊക്കെ പോയെന്ന് പറഞ്ഞാൽ അഞ്ജുവിന് വേൾഡ് ഡയറക്ടർ സെലക്ഷനാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൈസയല്ല, സെലക്ടറായിട്ടാണ് പോയിരിക്കുന്നത്. ഉഷ അങ്ങനെയാണെന്ന് എൻ്റെ അറിവ്, അങ്ങനെ പോയിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള എന്തിനാണ് വേൾഡ് അത്ലറ്റിക് മീറ്റ് ഒരു അതിഥിയായി വിളിക്കേണ്ടത്? ഒരു അബ്സർവർ എന്നുള്ള നിലയിൽ ഇവർ രണ്ടുപേരും വിളിച്ചെന്നാണ് അറിയണത്. അഞ്ജുവിനെ ശരിയാണ് വിളിച്ചെന്നാൽ ഉഷ അതുപോലെ തന്നെയാണ് പോകുന്നത്. ഇത്രയും താരങ്ങൾ പോകുമ്പോൾ, ഇപ്പോൾ ഇത്ര കോച്ചസ് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ എത്ര കുട്ടികളുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ കിടന്ന് പറഞ്ഞ ഒരു ഗ്രാമീണ കോച്ചിൻ്റെ ഇത് കൊണ്ട് അവരെ കുട്ടിയെ കൊണ്ടുപോകുന്നില്ലെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ലോബിയുണ്ട് അവിടെ. അവർ ആരും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് സ്പോർട്സ് മന്ത്രി വലിയ താല്പര്യത്തോടെ നമുക്കൊരു മെഡൽ പിടിക്കാൻ എന്ത് സാധിക്കും. ഞാൻ പറഞ്ഞ 8 മണിക്കൂറാണ് ഞങ്ങളെ ഇരുത്തി ഒരേ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞ് ഞങ്ങളുടെ വേൾഡ് ഇതിന് ദ്രോണാചാര്യന്മാരെ ഇവരെല്ലാം വിളിച്ച് എന്ത് വേണം, അതിന് 1-2 സദസ്യം ഞാൻ കൊടുത്ത് അത് മുഴുവൻ അന്നേരം തന്നെ നടപ്പാക്കി തരുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുന്ന അത് കേരള ഗവൺമെൻറ്റും ഏറ്റവും നന്നായിട്ട് നമ്മുടെ MP പെട്ടെന്ന് പോയി. കാരണം അതിനുള്ള സമയം കൊടുത്തില്ല. ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ഇത് കൊടുത്താൽ അതിന് മുമ്പ് അവർ അയച്ചു കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇതുപോലത്തുള്ള കുട്ടികളെയൊക്കെ നമുക്ക് പിന്നെ എങ്ങനെ ഇന്ത്യക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ കിട്ടും? ഞാൻ ചോദിക്കുന്നത് എങ്ങനെ കിട്ടും? ഇത് ആരുടെയാണ് നമ്മൾ ഇന്ത്യക്കാരിയാന്ന് ഓർക്കുക. ഷൈനി വിൽസൺ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഷൈനി വിൽസൺ, നോക്കൂ, ഈ അത്ലറ്റിക് ഫെഡറേഷനെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇതൊരു വെള്ളാനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്പോർട്സ് അല്ല ഇവരുടെ ഉദ്ദേശം. ഇവർക്ക് വിദേശ രാജ്യങ്ങളിലെ ടൂറിസം നന്നാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കെട്ടും മട്ടുമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഒരു വേൾഡ് മീറ്റ് വരുന്നു. ആ വേൾഡ് മീറ്റിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച 3 താരങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് PU ചിത്ര. ഈ പറയുന്ന ഒഫീഷ്യലുകളെല്ലാം തന്നെയും ഇങ്ങനെ കൂട്ടമായി അങ്ങനെ പോകുന്നത് നമ്മുടെ ആ ഒരു പഴയ കാഴ്ചപ്പാടുണ്ടല്ലോ ഇത്തരം വെള്ളാനകളെ കുറിച്ചുള്ള, അത് തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്? ഞാനൊന്ന് പറയട്ടെ. ശരിക്കും ചിത്ര ഒരു വളർന്നു വരുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിരുന്നു, ടീമിൽ കൊടുക്കേണ്ടത്. അതാണ് എന്റെ അഭിപ്രായം. ഞാൻ സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉഷയും പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. ഉഷയും ആ കുട്ടി യങ്സ്റ്റർ ആണ്, കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗുണ്ടൂര് നടന്ന മീറ്റിന് മോശം 11 സെക്കൻഡോളം മോശം പെർഫോമൻസ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് കൊടുക്കാത്ത എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. പക്ഷെ ഈ സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങിലുള്ളവരെല്ലാവരും ശ്രീരാം സിംഗ് സാറ് അങ്ങനെ എല്ലാ
പഴയ ഇന്റർനാഷണൽ ജ്യോതിർമയ് സിക്തർ അങ്ങനെ പഴയ എന്നാ പറയുന്ന ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റും അങ്ങനെയുള്ള അത്ലറ്റ്സ് ആണ് അതിന് ആ കമ്മിറ്റിയിൽ. ഞാനും ഒരു 10-15 വർഷത്തോളം ഞാനും ഇരുന്നിട്ടുണ്ട് ആ ഏഷ്യൻ ഇന്ത്യൻ ടീം സെലക്ടറായിട്ട്. പക്ഷേ ഇപ്പോഴും അത് ഓരോ വർഷം ഓരോരുത്തരെ മാറ്റിക്കൊണ്ട് അങ്ങനെ ഇപ്പം എല്ലാം ഏഷ്യൻ ഗെയിംസും മെഡലിസ്റ്റും അങ്ങനെയുള്ള അത്ലറ്റുകളാണ് ഇരിക്കുന്നത്. പക്ഷേ റിലേ ടീമിനെ കൊണ്ടുപോയെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 1988 ഒളിമ്പിക്സിനും എല്ലാ ഒളിമ്പിക്സിനും 6 പേരെ 400 മീറ്റർ റിലേ ടീമിൽ എപ്പോഴും ടീമിൽ കൊണ്ടുപോകുന്നതാണ്. അതങ്ങനെ കാരണം ഒരാൾ ഇഞ്ചുറി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് പങ്കെടുക്കാനായിട്ട്, കാരണം അവർ ഇൻഡിവിജ്വൽ ഇവന്റും ചിലപ്പോൾ 400 ഓടിയെന്നിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ഇഞ്ചുറി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ 2 പേരെ എക്സ്ട്രാ എപ്പോഴും കൊണ്ടുപോകുന്നതാണ് അത്ലറ്റിക്സിൽ. അത് നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന സമയം മുതലേ അങ്ങനെ കൊണ്ടുപോകാറുള്ള 6 പേര്. 88 ഒളിമ്പിക്സിനായാലും 6 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എനിക്കൊന്ന് ഇവൻ 96 അറ്റ്ലാന്റ ഒളിമ്പിക്സിന് 6 പേരെ കൊണ്ടുപോയിട്ട് അങ്ങനെ എല്ലാ ഒളിമ്പിക്സുകളിലും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ശ്രീമതി ഷാനി വിൽസൺ അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു സംശയം വരുന്നത്, നോക്കൂ, വേൾഡ് മീറ്റ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ 87 ഞാനും ഉഷയും ഞങ്ങൾ റിലേ ടീമാണ് മെയിനായിട്ട്. ഉഷയെ ഓടി, ഞാനും 800 ഓടി, ഉഷ 400 മീറ്റർ അടുത്ത് ഓടി, ബാക്കി റിലേ ടീമായിരുന്നു നമ്മള്. പക്ഷെ നമ്മൾ ഏഷ്യൻ ഗെയിംസ് റിക്കാർഡോടുകൂടി വേൾഡ് മീറ്റിൽ ആകെ 5 പേരും കണ്ട പോലും 5-6 പേരാണ് 87-ലാന്ന് തോന്നുന്നു. അതില്ലെങ്കിൽ ഞാൻ പോകുന്ന 93-ലാണ്. ശരി 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 ഷാനി വിൽസൺ, ഞാൻ ചോദിക്കുന്നത് ഇതാണ്. നോക്കൂ, ഒന്ന് യോഗ്യതാ മാർക്കാണ്. ആ യോഗ്യതാ മാർക്കുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തേത്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അതിൽ പങ്കെടുപ്പിക്കാം എന്നുള്ളതാണ് ആരുടെ റൂള്? IAFന്റെ റൂള്. അങ്ങനെയാണ് സാധാരണഗതിയിൽ വേൾഡ് മീറ്റിൽ പങ്കെടുപ്പിക്കാറുള്ളത്. ഇവിടെ അതിനിടയിൽ കയറി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ എന്തിനാണ് ഈ യോഗ്യതാ മാർക്കിനോട് അടുത്തുള്ള ആളുകളെ മാത്രം പറഞ്ഞയച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നത്? അത് നമ്മുടെ കായിക താരങ്ങളോടുള്ള നമ്മുടെ കായിക താരങ്ങളോട് നമ്മുടെ അത്ലറ്റിക് ഫെഡറേഷൻ ആണല്ലോ ഒരു അനുഭാവം ഉണ്ടാകേണ്ടത്. അത്ലറ്റിക് ഫെഡറേഷനിൽ നിന്നുള്ളവരെല്ലാരും തന്നെ ഈ അത്ലറ്റുകളാണ്. പഴയ ഞാൻ പറയുന്ന കേട്ടില്ല, ഒളിമ്പിക്സ് 7th പ്ലേസ്, പിന്നെ ഒളിമ്പിക്സ് 5ാമത്, ജ്യോതിർമയ് സിക്തർ, കേരള രത്ന, അങ്ങനെ സബീർ അലി ഏഷ്യൻ ഗെയിംസ്. എനിക്കാലും തർക്കമില്ല, അവരൊക്കെ മിടുക്കന്മാരാണ്. അവരൊന്നും ചിലപ്പോ പക്ഷപാതപരമായിട്ടായിരിക്കില്ല പെരുമാറുന്നത്. അല്ലേ? എന്റെ ഒരു ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ കഴിയുക. ഒന്ന്, ഇതാണ് എൻ്റെ വിഷയം. രാജ്യാന്തര ഫെഡറേഷൻ തീരുമാനിച്ച യോഗ്യതാ മാർക്ക് മാത്രമാണ് മാനദണ്ഡമെങ്കിൽ അത് വെച്ച് മാത്രം കൊടുക്കാം. പക്ഷേ ഇവിടെ അത്ലറ്റിക് മീറ്റ് നടക്കുന്നു, അതിൽ സ്വർണം നേടിയവർക്ക് കൂടി പങ്കെടുക്കാം എന്നിരിക്കെ അതൊരു അവസരമാണ് എന്ന് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ തീരുമാനിക്കേണ്ട സ്ഥിതിക്ക് നമ്മുടെ കായിക താരങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നതിനെ അവരെന്തിനാണ് അത് വേണ്ട, ഇതിനോട് അടുത്തുള്ളവർക്ക് വേണ്ടി മാത്രം മതി എന്ന് തീരുമാനിക്കുന്നത്? ഓക്കെ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആ കുട്ടി വളർന്നു വരുന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്ക് ചാൻസ് കൊടുക്കാമായിരുന്നു. അതാണ് എന്റെ അഭിപ്രായം. കാരണം ഇനിയുണ്ടല്ലോ നിറയെ മീറ്റുകളുണ്ടല്ലോ, ഏഷ്യൻ ഗെയിംസ് വരുന്നു, ഇപ്പൊ ഒളിമ്പിക്സ് വരുന്നു. അതിലൊക്കെ നല്ല പെർഫോമൻസ് ആ കൊച്ചിന് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് എല്ലാരും ഇത് ഒത്തിരി അങ്ങനെ സാധിച്ചു എന്ന് വരില്ലല്ലോ. ചെയ്യാനായിട്ട് അതിനെ അനുവദിക്കണം എന്നാണ്. അതെ, എല്ലാവരും അനുവദിക്കണം. ചിത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടിക്ക് നല്ല ലെവലിൽ വേൾഡ് ലെവലിൽ ഒരു ഒളിമ്പിക്സിലൊക്കെ ഫൈനലിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കുട്ടിയാണ്. 1500 എന്ന് പറഞ്ഞ ഈവന്റും അത്ര നല്ല പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു ഈവന്റും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ആ കൊച്ചി ഞാൻ ഭുവനേശ്വരിലെ ഈവന്റ് കൊച്ചിന്റെ ഈവന്റ് കണ്ടിരുന്നു. അപ്പൊ നന്നായിട്ട് ഓടിയ കുട്ടി, കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല. അല്ല ശ്രീമതി ഷാനി വിൽസൺ, അതൊക്കെ ശരിയാണ്. ഇപ്പൊ ചിത്രയെ സംബന്ധിച്ചിടത്തോളം, PU ചിത്രയെ സംബന്ധിച്ചിടത്തോളം 4:17 അവർ ചെയ്തു. കരിയറിലെ ബെസ്റ്റ് ആണ്. കരിയറിലെ ബെസ്റ്റ് വന്ന് ഏഷ്യൻ മീറ്റിൽ സ്വർണം നേടി അവരെ സംബന്ധിച്ചിടത്തോളം ലണ്ടനിൽ പോകാം എന്നുള്ള ഒരു ആഗ്രഹവുമായി നിൽക്കുമ്പോഴാണ് 3 പേരെ വെട്ടുന്നത്. അങ്ങനെ വെട്ടാൻ പാടില്ലല്ലോ ഇന്ത്യൻ അത്ലറ്റിക് അസോസിയേഷൻ, അല്ലേ? അത് കറക്റ്റാണ്. കൊച്ചു കുട്ടിയായതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് കൊടുക്കണമായിരുന്നു. അതെ, അപ്പോഴാണ് പലരും പറയുന്നത് തമിഴ്നാട്ടുകാരനായ G. ലക്ഷ്മണന്റെ കാര്യത്തിൽ, സച്ചിൻ റോബിയുടെ കാര്യത്തിലെല്ലാം തന്നെയും മറ്റൊരു നയവും, PU ചിത്രയുടെ കാര്യത്തിൽ വേറൊരു നയവും എന്ന നിലയിൽ ഈ PU ചിത്രയോടൊരു ചിറ്റമ്മ നയം കാണിച്ചു എന്ന് പറയുന്നത്. അതാണ് നമ്മളെല്ലാവരും ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ പാടില്ലായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ് PU ചിത്ര. കൊച്ചിനെ വളർന്നു വരുന്ന കുട്ടിയാണ്, ആ കുട്ടിക്ക് കൊടുക്കേണ്ടതായിരുന്നു. അതാണ് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്.
ശ്രീ ടി പി ദാസൻ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ച് മുമ്പേ ഇക്കാര്യത്തിൽ നമുക്കൊരു അറിവ് കിട്ടണമായിരുന്നു. കേരള ഗവൺമെൻറ് ഇടപെടാം, കേന്ദ്ര സർക്കാരിനോട് അറിയിക്കാം. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തതുപോലെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് വിശദീകരണം ചോദിക്കും. സ്വാഭാവികമായിട്ടും അവർ പറയുന്നു സമയം കഴിഞ്ഞു പോയി. മാത്രമല്ല, ഇതിനകത്ത് ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണ്. അതിൻ്റെ ഭരണസമിതിയും സെലക്ഷൻ കമ്മിറ്റിയും രണ്ടും രണ്ടാണ്. അതാണെന്ന് തോന്നുന്നു എനിക്ക് ഇന്നിപ്പം മന്ത്രി MP അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ജുഡീഷ്യറിക്ക് പോലും അതിന് കഴിയില്ല എന്നുള്ള സൂചന. അവരല്ല ഇതൊന്നും തീരുമാനിക്കേണ്ടതെന്ന് PT ഉഷയെ പോലും പറയുന്നു, PT ഉഷയെ പോലുള്ളവരും പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്കിനി മുമ്പിൽ വഴികളില്ല. അല്ല, ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ന്യായമായ കാര്യം പോലും ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ജൂലൈ 20 സെലക്ഷൻ കമ്മിറ്റി ചേർന്നു, തീരുമാനമെടുത്തു. 23 അവരത് പ്രഖ്യാപിച്ചു. 24 8 മണിക്ക് എൻട്രി അയച്ചു. ഇതാണ് ഇവിടെ നടന്നത്. പക്ഷേ PU ചിത്രയുടെ കൂടെ പുറത്തായിട്ടുള്ള മറ്റ് 2 പേർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് വകുപ്പിന് അപ്പീൽ കൊടുക്കാനുള്ള അവസരം കിട്ടി. എന്ന് പറഞ്ഞാൽ 21-ാം തീയതി 20-ാം തീയതി തീരുമാനിച്ചു, 21-ാം തീയതി അവർ വിവരം അറിഞ്ഞു. പക്ഷേ PU ചിത്രയുടെ വിവരം നമ്മളാരും അറിഞ്ഞില്ല. നമ്മളാരും അറിഞ്ഞില്ല. ഇത് അതിൻ്റെ അകത്തുള്ള കേരളക്കാരായിട്ടുള്ള ആളുകൾ നമുക്ക് വിവരം തന്നില്ല. അവിടെയാണ് ഞാൻ ഉന്നയിക്കുന്നൊരു പ്രശ്നം. ഓക്കെ, അങ്ങനെ ഒരു വിവരം തന്ന് നമുക്കൊന്ന് നോക്കാമായിരുന്നല്ലോ, നോക്കാമായിരുന്നില്ല. അതുണ്ടായില്ല. അതായത് ടി പി ദാസൻ, താങ്കൾ മറ്റൊരു കാര്യം ഇപ്പോ വൈകി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് യഥാർത്ഥത്തിൽ അഞ്ജു ബോബി ജോർജും PT ഉഷയും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചതുകൊണ്ടാണ്. അഞ്ജു ബോബി ജോർജ് പറയുന്നു, അല്ലെങ്കിൽ PT ഉഷ വന്ന് പറയുന്നു, PU ചിത്ര അടക്കം 3 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ചിത്ര യോഗ്യതയുള്ളവളാണ്, നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് നമ്മളെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ, സ്പോർട്സ് കൗൺസിലിനെയോ മന്ത്രിയോ അറിയിച്ചിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ അത്ലറ്റിക് അസോസിയേഷൻ എങ്കിലും അറിയിച്ചാൽ മതിയായിരുന്നു. അതുണ്ടായില്ല. ശ്രീമതി പത്മിനി തോമസ്, അങ്ങനെ ഒരു വീഴ്ച PT ഉഷയുടെ ഭാഗത്തു നിന്നും അഞ്ജു ബോബി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ നടന്നത് എന്താണെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ സെലക്ഷൻ ലിസ്റ്റുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും ലേറ്റ് ആയിട്ടാണ് സെലക്ഷൻ ലിസ്റ്റ് പ്രഖ്യാപിക്കുക. ആർക്കും അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് ടീമിൽ ഉണ്ടാകുന്നതെന്നുള്ളത്. കാര്യം കായിക താരങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ ലേറ്റായിട്ടാണ് സെലക്ഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ PU ചിത്രയുടെ കാര്യത്തിൽ വേറൊരു കാര്യമുണ്ട്. ഏഷ്യൻ മീറ്റിന് ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ കോച്ച് ടീമിൻ്റെ കോച്ചല്ല. ഏഷ്യൻ മീറ്റിന് ചെന്ന സമയത്ത് അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ ഇറങ്ങാനായിട്ടൊരു പാസ് പോലും കിട്ടിയിട്ടില്ല. അന്ന് മുതലേ പ്രശ്നങ്ങളുണ്ട്. പരീക്ഷ എഴുതാൻ വന്നപ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അവർ നോക്കി വെച്ചിരിക്കുകയാണ്. എങ്കിൽ ആ കുട്ടിയോട് ചെയ്യാവുന്നത് ഇതല്ലേ ഉള്ളൂ. നമ്മുടെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ നമ്മുടെ അസിസ്റ്റന്റ് ചീഫ് കോച്ചും ഉൾപ്പെടെയുള്ള മലയാളികൾ ഉള്ള സ്ഥലമാണത്. കാര്യം ഈ കുട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അതിന് കോച്ചില്ല, മറ്റാരുമില്ല, വേറൊന്നും പറയാനില്ല. അങ്ങനെ ഒരു കാരണവശാലും ഇനിയെങ്കിലും ഒരു കായിക താരത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്. മാത്രമല്ല 7 കായിക താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ ടീമിലുണ്ട്. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഈ പോയിരിക്കുന്ന 24 പേരിൽ ഇപ്പം തന്നെ 7 പേര് അതിനകത്തുണ്ട്. അപ്പം വേറുള്ളവർക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കൊച്ചിനെ മാറ്റാമല്ലോ. ചിലർക്ക് ഇത് മൗനമായിട്ട് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. കാര്യം എല്ലാവർക്കും അവരവരുടെ ചാൻസാണ്. ഇത് ഫെഡറേഷനോട് കളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലോ അവർ ഇടത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും മൗനം പാലിച്ചു പോകുന്നത്. കായിക രംഗത്തല്ലേലും ഇതുപോലെയുള്ള വലിയ വീഴ്ചകൾ വരുമ്പോഴത്തേക്ക് പലരും മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. കായിക താരങ്ങൾ ഇവിടെ PT ഉഷ പറയുന്നത്, ഞാൻ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇല്ല, ഞാൻ വെറും ഒബ്സർവർ മാത്രമാണ്, കഴിവുള്ള കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമാണ് എൻ്റെ കാര്യം. ഞാൻ PU ചിത്ര അടക്കമുള്ളവരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ 3 കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു. പക്ഷേ തിരിച്ച് അത്ലറ്റിക് ഫെഡറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന
സെലക്ഷൻ കമ്മിറ്റി അവരുടെ ന്യായവാദങ്ങൾ പറയുമ്പോൾ എനിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് 200 റാങ്കിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഒബ്സർവർ ആയാലും സെലക്ഷൻ കമ്മിറ്റിയിലായാലും മിണ്ടാതിരിക്കുക, എന്താണോ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നത്, എന്താണോ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ തീരുമാനിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുക എന്നത് മാത്രമാണ് അതിലെ അംഗങ്ങൾക്കും അതിലെ ഒബ്സർവർക്കും എല്ലാം കഴിയുക. അല്ലെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെട്ടിക്കളയും അവർ. പത്മിനി തോമസ്. കർശനമായിട്ടും വെട്ടിക്കളി. കാര്യം PU ചിത്രയെ സംബന്ധിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണല്ലോ. നമ്മളിപ്പം കോടതിയിൽ പോയി, കോടതിയുടെ വിധി വരുന്ന സമയത്ത് ഇവിടുന്ന് ടീം പോകും, ആ കുട്ടിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അതെ, അത് PU ചിത്രയുടെ കാര്യത്തിൽ മാത്രമല്ല സെലക്ഷൻ കമ്മിറ്റിയിലുള്ളവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാകും. താങ്കളാണല്ലോ അവരുടെ പ്രാദേശിക കോച്ച്. ഇങ്ങനെയുള്ള കഥകൾ വേണ്ട എന്നാണ് പറയുന്നത്. PT ഉഷ വേറൊരു ആംഗിളിലാണ് ഇതിനെ കാണുന്നത്. PU ചിത്രയെ സംബന്ധിച്ചിടത്തോളം അവർ നാഷണൽ ക്യാമ്പിലുള്ളവരാണ്. നാഷണൽ ക്യാമ്പിലുള്ളവർക്ക് നല്ല ഭക്ഷണം കിട്ടും, നല്ല കിറ്റ് പ്രൊവൈഡ് ചെയ്യും, വർഷത്തിൽ 2 പ്രാവശ്യം ഫിസിയോ ഉണ്ടാവും, നല്ല കോച്ച് ഉണ്ടാവും എന്നാണ്. പക്ഷേ PU ചിത്രയുടെ കാര്യത്തിൽ വേറൊരു ആംഗിളിൽ എന്താ പറയുക, ഒരു വലിയ കഥ, വളരെ ദാരിദ്ര്യം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ഗോഡ് ഫാദേഴ്സ് ഇല്ല എന്നുള്ള നിലയിൽ, ആ നിലയിലുള്ള കഥകളൊന്നും പ്രചരിപ്പിക്കേണ്ടതില്ല. നാഷണൽ ക്യാമ്പിൽ എത്തുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം നല്ലോണം നോക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട്. സുജിൻ. തീർച്ചയായും നമ്മൾ നാഷണൽ ക്യാമ്പിലേക്ക് കുട്ടിയെ വിടാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്യാമ്പിൽ വന്ന സമയത്ത് ബാംഗ്ലൂരിലേക്ക് നമ്മൾ തന്നെയാണ് കുട്ടിയെ വിട്ടത്. അവിടുത്തെ ഫോറിൻ കോച്ചിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇഞ്ചുറി ആയപ്പോൾ റെസ്റ്റ് എടുത്തു, അത് ട്രീറ്റ്മെന്റ് ചെയ്തു, അത് മാറി വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പരീക്ഷ എന്ന സമയം വന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് സെം ആയതുകൊണ്ട് ചിത്രയ്ക്ക് പരീക്ഷ എഴുതണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നുകൊണ്ടും അവരുടെ രക്ഷിതാക്കൾക്കും നിർബന്ധമുള്ളതുകൊണ്ട് നമ്മൾ സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ വഴി നമ്മൾ പെർമിഷൻ ചോദിച്ച് ഫെഡറേഷന് കത്തെഴുതുകയും ചിത്ര നേരിട്ട് കത്തെഴുതുകയും എല്ലാം ചെയ്തിട്ട് പോലും അവിടുന്ന് അവർ പറഞ്ഞത് പരീക്ഷ എഴുതാൻ പറ്റില്ല, ഏഷ്യൻ മീറ്റ് കഴിയാതെ ലീവ് തരില്ല എന്ന് പറഞ്ഞു. എക്സാമിന് 10 ദിവസം ലീവ് സാർ തരണം എന്ന് പറഞ്ഞപ്പോഴും സമ്മതിച്ചില്ല. ഒന്നുമില്ല, എക്സാമിന് പോവുകയാണെങ്കിൽ പിന്നെ ക്യാമ്പിലേക്ക് വരണ്ട എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിന് ചിത്ര വരികയും എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ മുഖാന്തരം വീണ്ടും ഫെഡറേഷനിൽ കത്ത് കൊടുക്കുകയും അത് അഞ്ജു ബേബി ജോർജ് മുഖാന്തരം വീണ്ടും ഫെഡറേഷനിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ തിരിച്ച് വീണ്ടും ക്യാമ്പിലേക്ക് പോകാൻ പറയുകയും വീണ്ടും ബാംഗ്ലൂർ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ നിക്കോളാസ് സാറ് അവരെ ചിത്രയെ ക്യാമ്പിലേക്ക് ഉൾപ്പെടുത്തിയില്ല. തിരിച്ച് ചിത്ര വീണ്ടും ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഒരു നല്ല കോച്ച്, സിജിൻ നല്ല കോച്ചല്ല എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരു പുറത്തുള്ള എക്സ്പോഷറുള്ള ഒരു കോച്ചിലേക്ക്, ഇപ്പം തോമസ് വാഷിന്റെ കുട്ടികളായിരുന്നില്ലേ ഈ അഞ്ജു ബോബി ജോർജ് ഒക്കെ അല്ലേ, അത് സ്കൂൾ ലെവലില് അവരുണ്ടായിരുന്നില്ല, അവർ തീർച്ചയായിട്ടും ഉണ്ടാകുന്നില്ല. മാഷയുടെ കുട്ടിയായതുകൊണ്ട് മാഷ് എനിക്കറിയാം അഞ്ജു ബോബി ജോർജ്. ഞാൻ ചോദിക്കുന്നതേ, ഇതൊരു സ്കൂൾ ലെവലിൽ നിന്ന് കുട്ടികൾ ഓരോ ഘട്ടത്തിലാണ് അല്ലേ, നമ്മൾ പിന്നെ പിടിച്ചു നിർത്തരുത്, അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കണം. അടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള കോച്ചിന് വിട്ടു കൊടുക്കണം. എന്തുകൊണ്ട് PU ചിത്രയ്ക്ക് അങ്ങനെ ലഭ്യമാകുന്നില്ല? അല്ല, ചിത്രയ്ക്ക് നമ്മൾ പോകുന്ന പുള്ളി പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം ആ ക്യാമ്പിൽ തിരിച്ചു വന്ന് പിന്നെ അതിനെ നാഷണൽ ക്യാമ്പിൽ സ്വാഭാവികമായിട്ടും വിദേശ കോച്ചുകൾ ഉണ്ട്. PU ചിത്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ചിത്രയ്ക്ക് നല്ല കോച്ചിങ് കിട്ടുന്നില്ല എന്നുള്ള ചിത്ര കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, നല്ല കോച്ചിങ് കിട്ടുന്നുണ്ടോ? എനിക്ക് മണ്ടൂര് സ്കൂളില് സാറിന്റെ കീഴിൽ സാറിന്റെ കീഴിൽ നല്ല കോച്ചിങ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില പരിമിതികൾ എന്ന് പറയുന്നത് ഫുഡിന്റെ കുറവ് കൊണ്ടാണ് എനിക്ക്
കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റാതെ. എന്നാലും ഇത്രയും എത്തിയത് സാറിന്റെ കീഴിൽ പരിശീലനം നടത്തിയത് കൊണ്ട് തന്നെയാണ്. ഒരു സിജിൻ മുണ്ടൂരിന്റെ കീഴിലാണ് ചിത്ര പരിശീലനം നടത്തിയത് അല്ലേ? അതെ അതെ. സിജിൻ മുണ്ടൂർ നല്ല കോച്ചാണ് എന്ന് ചിത്ര അക്നോളജ് ചെയ്യുന്നു. ശരി, ഞാൻ ചോദിക്കുന്നത് അടുത്ത ഘട്ടം നാഷണൽ ക്യാമ്പിലാണ്. ഇപ്പൊ നാഷണൽ ക്യാമ്പിലാണല്ലോ ഉള്ളത്. അത് നാഷണൽ ക്യാമ്പിലാണെങ്കിലും സാറിന്റെ പ്രാക്ടീസ് തന്നെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് പറയുന്നതിനനുസരിച്ചുള്ള പരിശീലനം തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ATFന് മുന്നും ഇവിടെ വന്ന് 15 ദിവസം വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. സാറിന്റെ പ്രാക്ടീസ് തന്നെയാണ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ക്ലൈമറ്റ് ശരിയാകാൻ വേണ്ടിയാണ് ഇപ്പം ഊട്ടിയിൽ പോയിരിക്കുന്നത്. അല്ല, ഞാൻ ATFന് സെലക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ക്യാമ്പും ഇപ്പോ ഇവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മീറ്റ് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ വീട്ടിൽ പോകാൻ നിന്നതായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്തായാലും മീറ്റിന് കിട്ടുന്നില്ല എന്ന് ഉറപ്പായി. അപ്പോ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. സാറിന്റെ കൂടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിന് വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ ഒരു വിമർശനമുണ്ട് എങ്കിൽ എങ്ങനെയാണ് PU ചിത്ര ബെറ്റർ ചെയ്യാൻ പോകുന്നത്? ഇതിലിപ്പോ ഈ വേൾഡ് മീറ്റിൽ കിട്ടിയില്ല പറഞ്ഞിട്ട് സ്പോർട്സ് തുടരാനൊന്നും ഇരിക്കില്ല. എന്നാൽ കഴിയുന്നത് മാക്സിമം ഞാൻ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇതിൽ കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ. PT ഉഷ നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും കൂടി ഇളക്കി വിടും, അതൊരു നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വേറൊരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ അത്ലറ്റിക് ഫെഡറേഷനോട് ഏറ്റുമുട്ടുക, അങ്ങനെ ഒന്നും തലക്ക് പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? കൃത്യമായി സ്പോർട്സിൽ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. മാത്രമല്ല എല്ലാവരെയും വെല്ലുവിളിച്ച് വാശിയോടുകൂടി എല്ലാത്തിനെയും തോൽപ്പിച്ച് ഒന്നാമതെത്തും എന്നുള്ളതും ഇനിയുള്ള എല്ലാ മീറ്റുകളിലും ഞാൻ പങ്കെടുക്കുമെന്ന് സ്വയം ഉറപ്പിച്ചാൽ പോരെ ചിത്ര? അതെ, ഇപ്പൊ എല്ലാ മീറ്റിലും ഫസ്റ്റ് വരുന്നത് ഞാൻ പറയില്ല. പക്ഷെ എന്നാൽ കഴിയുന്ന പെർഫോമൻസ് ഇതിലേക്കാളും നല്ല മെച്ചപ്പെട്ട പെർഫോമൻസ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കും. സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ TP ദാസൻ, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം എന്നൊക്കെ കഴിഞ്ഞു പോയിരുന്നു. താങ്കൾ പറയുന്നത് അത് നേരത്തെ അറിയിക്കണമായിരുന്നു ഇതിൻ്റെ അംഗങ്ങളെന്നാണ്. പക്ഷേ ഇത് ഭാവിയിൽ ഇല്ലാതിരിക്കണമല്ലോ. ഇനിയിപ്പോൾ PU ചിത്രയുടെ ഈ ഒരു അവസ്ഥ ഇനി മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് എന്തുറപ്പ് വരുത്താൻ കഴിയും? ശ്രീ TP ദാസനിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി പത്മിനി തോമസ്, എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് മാനദണ്ഡം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴാണല്ലോ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പലരെയും കയറ്റാനും പലരെയും തഴയാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മത്സരങ്ങളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും. ഒരു മത്സരത്തിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നവരെല്ലാം തന്നെ ടീമിലുണ്ടാകും എന്നുള്ള ഒരു ഇത് കായിക താരങ്ങൾക്ക് കൊടുക്കണം. കാര്യം പണ്ടൊക്കെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിലും ഈ ഏഷ്യൻ മീറ്റ് പോലെയുള്ള മത്സരത്തിന് ഗോൾഡ് മെഡൽ വന്നിരിക്കുന്ന കായിക താരങ്ങളെ ആദ്യം ലിസ്റ്റിൽ അവിടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞോട്ടെ ശ്രീമതി പത്മിനി തോമസ്. ഈ ഏഷ്യൻ മീറ്റ് യഥാർത്ഥത്തിൽ മാനദണ്ഡപ്രകാരമല്ല നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പല താരങ്ങളും നേരത്തെ ഉണ്ടായിരുന്നതിൽ താഴെയുള്ള പെർഫോമൻസ് 1ാം സ്ഥാനം നേടുകയും ചെയ്തു, ഗോൾഡ് മെഡൽ നേടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതിനെ ഈ ഏഷ്യൻ മീറ്റിനെ അങ്ങനെ ഒരു മാനദണ്ഡമാക്കി എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ പലരുടെയും ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ സമയമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു ഇല്ലേ? അല്ല, ഒരു കാര്യമുണ്ട്. ഒരു മത്സരം നടത്തുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ ഡിക്ലെയർ ചെയ്യണം ഇതിന്റെ ഫൈനൽ സെലക്ഷൻ ഇന്ന മത്സരത്തിൽ നിന്നാണ് കായിക താരങ്ങളെ എടുക്കുന്നു എന്ന് പറയണം. മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ കൂടെ മത്സരിച്ച് പങ്കെടുത്ത് ഒരു ഏഷ്യൻ മീറ്റ് മെഡലുകൾ വിൻ ചെയ്താൽ അതല്ല അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇനി മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഈ കോച്ചസിന്റെ സെലക്ഷനിലാണേലും അനുവിന്റെയും അനിൽ ഡായുടെയും മുഹമ്മദിന്റെയും ഒക്കെ കോച്ചായ ജയകുമാർ എലൈറ്റ് 3 ഒളിമ്പിക്സിന് 3 കായിക താരങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ച് വിട്ട കോച്ചാണ്. അദ്ദേഹത്തിനെ തഴഞ്ഞേക്കുവാണ്. ഇതുപോലെ തന്നെ PU ചിത്രയുടെ കാര്യത്തിൽ പോലെ തന്നെ കോച്ചസിനും നമ്മുടെ കേരളത്തിൽ നിന്ന് തഴഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചാണ് 400 മീറ്ററിൽ ജയകുമാർ. അദ്ദേഹത്തിന്റെ 3 പിള്ളേരാണ് കഴിഞ്ഞ ഒളിമ്പിക്സിനുണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ പോകുന്ന ലോക മീറ്റിനും 3 കായിക താരങ്ങളുണ്ട്. അദ്ദേഹം ടീമിലില്ല. അതിനെല്ലാം ഒരു മാറ്റം വരണം. അത് കേന്ദ്ര ഗവൺമെന്റ് അതിന് ഉള്ള നടപടി എടുക്കണം.
ഈ സെലക്ഷൻ കമ്മിറ്റിയൊക്കെ ഒന്ന് ഉടച്ച് വാർക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ മേലിലും കായിക താരങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കുട്ടി പരീക്ഷ അവൻ പോയി എന്ന് പറഞ്ഞാൽ അതിനെ പകയോടെ നോക്കിയിട്ട് പിന്നെ ക്യാമ്പിലെടുക്കാതെ വരിക, പക വീട്ട്, അങ്ങനെയൊന്നും അല്ല. വളർന്നു വരുന്ന കായിക താരങ്ങളാണ്. ഇപ്പം നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്താലും PU ചിത്രയ്ക്ക് ലോക മീറ്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയുന്നില്ല. ആ കൊച്ചിന് ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ നമ്മൾ സമാധാനിപ്പിച്ചാലും ഒരു ലോക മീറ്റിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കായിക താരത്തിൻ്റെ ലൈഫ് ലോങ് അച്ചീവ്മെൻ്റ് ആണ്. ഈ പ്രായത്തിൽ അതിന് കിട്ടുകയായിരുന്നെങ്കിൽ നാളെ നമുക്ക് ഒരു ഗോൾഡ് ഒരു മെഡല് ഒളിമ്പിക്സിന് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശ്രീമതി ഷൈനി വിൽസൺ, നോക്കൂ, ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത് വിജയിച്ചവരുടെ നിലവാരവും ലോക അത്ലറ്റിക് മീറ്റിൻ്റെ നിലവാരവും എന്ന് പറയുന്നത് വലിയ അന്തരമാണ്. അതായത് 200 റാങ്കിന് മുകളിലുള്ളവരാണ് PU ചിത്ര അടക്കമുള്ളവർ എന്ന് PT ഉഷ ചൂണ്ടിക്കാണിക്കുമ്പോൾ 1, 2, 3 റാങ്കിലുള്ളവരുമായിട്ടാണ് മത്സരിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമുക്ക് മത്സരിക്കാൻ അവിടെ എത്തുക, അവിടെ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം പോലും. പക്ഷേ എന്നാണ് നമ്മൾ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ ആഗ്രഹിച്ചു തുടങ്ങുക? അത് നമുക്ക് കുറച്ചും കൂടെ കാലങ്ങൾ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പം തന്നെ ഞാൻ പറയും, നമ്മുടെ കേരളത്തില് ഇപ്പം ഹൈ ഓൾട്ടിറ്റ്യൂഡ് സെന്റർ മൂന്നാറില്. ശ്രീ TP ദാസൻ, അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയും അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയുമാണ് നമ്മളെല്ലാം പ്രവർത്തിക്കേണ്ടത്, അല്ലേ? അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്ലറ്റിക്സിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ടോ? സ്പോർട്സ് കായിക മേഖലയിലെ ഒരു ഭരണസമിതിയെ നേതൃത്വം നൽകുന്ന താങ്കൾക്ക് കേരളം പോലൊരു സംസ്ഥാനത്തിൽ പോലും സംസ്ഥാനത്ത് നിന്നുകൊണ്ട് പോലും ഇപ്പോൾ തോമസ് മാഷൊക്കെ ഇതിനെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച് വിടുന്നവരാണ്. എത്ര പേര് വരുന്നുണ്ടാവും മാഷേ ഇപ്പോൾ? എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വേൾഡ് മലയാളി കൗൺസിൽ ഒരു 20 പിള്ളേർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 8 വയസ്സിന് 14 സ്പോൺസറിങ് കിട്ടുന്നുണ്ട്. സ്പോൺസർ അവർ ഫുൾ ചെലവ്. കാരണം ഫോറിൻ കോച്ച മുഴുവൻ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ 4 മാസമല്ല ട്രെയിനിങ് തുടങ്ങിയിട്ട്. അവർക്ക് ഒരു മലയാളിക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ, അതാണ് അവരുടെ ലക്ഷ്യം. എത്ര പൈസ വേണം ചിലവാക്കാൻ തയ്യാറാണ്. അതും 73 വയസ്സുകാരന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 കോച്ചസ് വണ്ണപ്പുറം. ഇപ്പോൾ അതിന് തന്നിരിക്കുന്ന 2 കോച്ചസിന് വരെ തന്നിട്ടുണ്ട് ഇവർക്ക് വേണ്ടി, എൻ്റെ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം വരുന്നുണ്ട്. ലോകമലയാളി കൗൺസിലിൻ്റെ വലിയൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറും എന്നുള്ളതാണ് എൻ്റെ ഒരു. ശ്രീ TP ദാസൻ, തോമസ് മാഷ് തന്നെ പറയുന്നത് സംസ്ഥാന മന്ത്രി വളരെ കൂലങ്കഷമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയെന്നാണ്. പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരുന്നു. കേരളത്തിൻ്റെ അഭിമാനമാണ് PU ചിത്ര, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു, അതിലൊന്നും കുറ്റമില്ല. ഞാൻ ചോദിക്കുന്നത്, പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഒളിമ്പിക് മെഡലാണ്. ഈ അത്ലറ്റിക് മീറ്റിൽ തന്നെ നമുക്ക് ആകെ ഒരു അഞ്ജു ബോബി ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും വെങ്കല മെഡൽ. അതൊന്നും പോരാ. നമുക്ക് കുറേയൊക്കെ മുന്നോട്ട് പോകണം. സംസ്ഥാന സർക്കാരിന് അതിന് പദ്ധതിയുണ്ടോ, നയമുണ്ടോ, കാഴ്ചപ്പാടുണ്ടോ? കാഴ്ചപ്പാടുണ്ട്, പദ്ധതിയുണ്ട്. 2020-24 ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ ഒളിമ്പിയ എന്നൊരു പദ്ധതി സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേരള ഗവൺമെൻറ്റും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. സെപ്റ്റംബറോട് കൂടി അത്ലറ്റിക്സിൽ അതിൻ്റെ സെൻറ്റർ ആരംഭിക്കുകയാണ്. ഫോറിൻ കോച്ചസ് ഉൾപ്പെടെയുള്ള പരിശീലകരുടെ സേവനം നമ്മൾ ലഭ്യമാക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു നാഷണൽ ക്യാമ്പിൻ്റെ ലെവലിൽ ആ ക്യാമ്പ് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഗവൺമെൻറ് ആദ്യത്തെ വർഷം 12 കോടി രൂപയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഗവൺമെൻറ് അതിന് അംഗീകാരം തന്നിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ അത്ലറ്റിക്സ് ഉൾപ്പെടെ 11 കായിക ഇനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ഒളിമ്പിയ സെന്ററുകൾ വളരെ നല്ലത്. ശ്രീ TP ദാസൻ, അത് മുന്നോട്ട് കൊണ്ടുപോവുക, കേരളത്തെ അത്ലറ്റിക്സിന്റെ സ്വർഗഭൂമിയാക്കി മാറ്റുക. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ. ചിത്ര ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ചിത്രയെക്കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ് ചിത്ര എന്നാണ്. ചിത്ര ഒരു ഘട്ടത്തിലും മനസ്സുമെടുക്കാതെ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. കേരളം ആകെ തന്നെ ചിത്രയോടൊപ്പമുണ്ട്. ഈ അത്ലറ്റിക് മീറ്റിൽ ചിത്രയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കേരളത്തിൻ്റെ ആകെ പിന്തുണ, നിറഞ്ഞ കയ്യടി ചിത്രയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ചിത്ര പറഞ്ഞോ, മാഷ് പറഞ്ഞോളൂ. ചിത്രയോട് എനിക്ക് പറയാനുള്ളത്, ഈ അവഗണനയെല്ലാം ത്യജിക്കുക. നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൽ ഉഗ്രനായിട്ട് പ്രൈസ് ചെയ്യുക. ഈ നാടിൻ്റെ, കേരളത്തിൻ്റെ
മുഴുവൻ അനുഗ്രഹവും നിനക്കുണ്ടാവും. ഒരു സങ്കടം വേണ്ട, നീ ഇത് ചെയ്യുക, തീർച്ചയായിട്ടും ദൈവം നിന്നെ സഹായിക്കും. നമ്മൾ നാട്ടുകാർ മുഴുവൻ നിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത. അതുപോലെ ചെയ്യുക. ചിത്ര കേട്ടല്ലോ? ചിത്ര ഈ പറഞ്ഞതെല്ലാം കേട്ടല്ലോ? റൈറ്റ്. ചിത്ര കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ടി വിയിൽ കേട്ടിട്ടുണ്ടാകും. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. പത്മിനി തോമസ്, സിജിൻ മുണ്ടൂർ, ടി പി ദാസൻ, തോമസ് ഉമാഷ്, പി യു ചിത്ര, ഒപ്പം തന്നെ ഷൈനി വിൽസൺ. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.